بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പലപ്പോഴും ചില വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തുന്ന ചില വസ്തുക്കൾ അത് നജസ് അതിലുണ്ടോ ഇല്ലേ, നജസാണോ അല്ലേ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും. നജസാണ് അല്ല എന്ന് രണ്ടഭിപ്രായമൊക്കെ പറയുകയും ചെയ്യും, നജസല്ല എന്ന അഭിപ്രായം ഉണ്ടാവും, ഉറപ്പില്ല. അങ്ങനെയുള്ള ചില വസ്തുക്കൾ, അതുപോലെയുള്ള ചില വസ്തുക്കൾ നജസാണ് എന്നാണോ ഹുക്മ ചെയ്യുക, നജസല്ല എന്നാണോ ഹുക്മ ചെയ്യുക എന്ന വിഷയമാണ് പറയുന്നത്. മുഹിമ്മത്തിന് ഇത് മുഖ്യമായൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഹിയാത് അന്നമ വിഷയം ഒന്ന് അസുലുഹു അത്വഹാറത്തു, അതിന്റെ അടിസ്ഥാനം ശുദ്ധിയാണ്. അസുലുഹു അത്വഹാറത്തു, അതിന്റെ അടിസ്ഥാനം ശരിക്കും ശുദ്ധിയാണ്. കാരണം എന്തൊന്നല്ല, കാട്ടോ മൂത്രമൊന്നല്ല. സാധാരണ നിനക്ക് എന്തോലും മരുന്നോ എന്തൊരു സ്പ്രേ അല്ലെങ്കിൽ എന്തോ സാധനമാണ്. അതിന്റെ അടിസ്ഥാന ശുദ്ധിയാണ്. വലബ അലവന്നി തനജുസുഹു, ഭാവനയുടെ മേൽ മികച്ചു അത് നജസാണ് എന്ന് മികച്ചു. പന്നിക്കൊയ്പ്പാണെന്നോ ഇതൊക്കെ പറഞ്ഞേക്കുണ്ട്. വലബത്തിൻ നജാസത്തി ഫി മിഥ്ലിഹി, അത് പോലോത്തതിൽ നജസ് വ്യാപകമായതിന് വേണ്ടി, അത് പോലോത്തതിലേക്ക് നജസ് വ്യാപകമായിട്ടുണ്ടാകുന്നതിന് വേണ്ടി. ഫീഹി ഖൗലാനി മാറൂഫാനി, അപ്പൊ അടിസ്ഥാന പൊതുവെ ശുദ്ധി ആവലാണ്. പക്ഷെ നജസാണ് എന്ന് ഭാവനയുടെ മേൽ മികച്ചു. അതുപോലെയുള്ളതിലൊക്കെ നജസ് വ്യാപകമായതിനു വേണ്ടി. ഫീഹി ഖൗലാനി, അതിൽ രണ്ടഭിപ്രായമുണ്ട്. മാറൂഫാനി, അറിയപ്പെട്ടതായ, ബിഖൗലയിൽ അസ്ലി വല്ലാഹിരി, അതിൽ അറിയപ്പെട്ട അഭിപ്രായം. എങ്ങനെ അറിയപ്പെട്ടിരിക്കുന്നു? ബിഖൗലയിൽ അസ്ലി, അസ്ലിന്റെ കൗല് എന്നും, അതായത് അതിന്റെ അടിസ്ഥാനം നോക്കുന്ന കൗല് എന്നും, വല്ലാഹിരി പ്രത്യക്ഷം നോക്കുന്ന കൗല് എന്നും. ഇങ്ങനെ രണ്ട് കൗലുകളാണ്. ഒന്ന് അസ്ല് നോക്കുന്ന കൗല്, ബി ഖൗലയിൽ അൽ മാറൂഫ്, അത് അറിയപ്പെട്ടതാണ്. മറൂഫാൻ ബി ഖൗലയിൽ അസ്ലി, അടിസ്ഥാനം നോക്കുന്ന കൗല് എന്നും, വല്ലാഹിരി ലാഹിർ പ്രത്യക്ഷം നോക്കുന്ന കൗല് എന്നും. അവൽ ഖാലിബി, അല്ലെങ്കിൽ പ്രത്യക്ഷം നല്ല അധികമാവാൻ മിക്കവാറും എന്തായിരിക്കും, മിക്കവാറും അധികമാകുന്ന കൗല്. ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട്. എന്നാൽ അടിസ്ഥാനം നോക്കുന്ന കൗല്, രണ്ട് വാലിബ് മിക്കവാറും എന്താണ് എന്ന് നോക്കുന്ന കൗല്. അല്ലെങ്കിൽ വാലിബിന്റെ അവിടെ ലാഹിർ എന്നാണ് ഉള്ളത്, പ്രത്യക്ഷം നോക്കുന്ന കൗല്. ആദ്യത്തെ കൗല് അടിസ്ഥാനം നോക്കുന്ന കൗല്, രണ്ടാമത്തെ കൗല് ലാഹിർ നോക്കുന്നത് അല്ല വാലിബ് നോക്കുന്ന കൗല്. പ്രത്യക്ഷം നോക്കുന്ന കൗല് മിക്കവാറും എന്താണോ അത് നോക്കുന്ന കൗല്. ഇങ്ങനെ രണ്ട് കൗലുണ്ടാവും. അർജഹുഹുമ, അതിൽ പ്രബലമായ വീക്ഷണം അടിസ്ഥാനം നോക്കുമ്പോ ശുദ്ധി ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ മിക്കവാറും ഇത് നജസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രത്യക്ഷം നോക്കുമ്പോ. എന്നാൽ അർജഹുഹുമ, ഈ രണ്ട് കൗലിൽ നിന്നും ഏറ്റവും പ്രബലമായ അഭിപ്രായം അന്നഹു ത്വാഹിറുൻ, അത് ശുദ്ധിയാണ്, ത്വാഹിറാണ് എന്ന് വെക്കുക. അമലം ബിൽ അസ്ലി അൽ മുത്തയഖിൻ, ഉറപ്പുള്ളതായ ആ അടിസ്ഥാനം നോക്കിയിട്ട്. ആ സാധനം എന്തൊന്നല്ല, ഒരു നേരെ എന്തൊന്നല്ല, കാട്ടോ മൂത്രമൊന്നല്ല, ഒരു എന്താണ്, എന്തോ ഒരു ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിണ്ടാക്കിയ സാധനമാണ്. അല്ലെങ്കിൽ സാധാരണ ആളുകൾ അത് എന്താണ്, എന്തൊക്കെ വെള്ളത്തിൽ ചേർത്ത് കണ്ടുണ്ടാക്കിയതാണ്, വെള്ളത്തിന്റെ ഒക്കെ ശുദ്ധിയാണല്ല. അപ്പോ അന്നഹു ത്വാഹിറുൻ, പ്രബലമായ വീക്ഷണം ശുദ്ധിയാണ് എന്ന് വെക്കലാണ്. അമലം ബിൽ അസ്ലിൽ മുത്തയഖിനി, ഉറപ്പുള്ളതായ ആ അസ്ൽ അടിസ്ഥാനം നോക്കിയിട്ട്, ഏതൊരു സാധനത്തിന്റെ അടിസ്ഥാനം ശുദ്ധിയാണ് എന്നതാണ്. നജസ് പിന്നീട് അതിലേക്ക് ചേർത്തുക്കണോ ഇല്ല എന്നത് ചേർക്കാൻ മിക്കവാറും സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ചേർക്കലാണ് പ്രത്യക്ഷം. അങ്ങനെയാണ് പരസ്യപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഉറപ്പുകൊണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അടിസ്ഥാനം ഉറപ്പായ, അടിസ്ഥാനം ഏതൊരു വസ്തുവിനും ശുദ്ധിയുണ്ട് എന്നതാണ്, അത് ഉറപ്പായിരുന്നു. പിന്നെ അതിലേക്ക് നജസ് ചേർന്നോ ഇല്ലേ എന്നത് മിക്കവാണ് എന്താണ്, ഇങ്ങനെ വ്യാപിച്ച അഭിപ്രായങ്ങള്, വ്യാപിച്ച ഓരോ കൗല്, ഓരോരോ കേട്ടുകേൾവികൾ ഒക്കെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നജസാവാൻ സാധ്യത ഉണ്ട്. പക്ഷെ
ഉറപ്പുള്ള അടിസ്ഥാനം അസ്ല എന്താണ്? ശുദ്ധിയുള്ളതാണ് എന്നതാണ്. അതാണ് അമലൻ പ്രവർത്തിച്ചതിന് വേണ്ടി അത് ശുദ്ധിയാണ്. ബില്ലസുലിമത്തേക്കിന് ഉറപ്പുള്ള അസുല് കൊണ്ട് അകുപത്തു. കാരണം ആ ഉറപ്പുള്ള ആ ശുദ്ധിയാണ് എന്ന അടിസ്ഥാനം നോക്കലാണ് അകുപത്ത് ഒരു കൃത്യത ഉള്ളത്. നജസുണ്ട് എന്നുള്ളൊരു മികച്ച സാധ്യത ഉണ്ടെങ്കിലും പ്രത്യക്ഷ സാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ നോക്കാൻ നിന്നാല് എല്ലാത്തിനും സാധ്യത പറയാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് അകുപത്ത്. അപ്പൊ ശുദ്ധിയുണ്ട് എന്ന അടിസ്ഥാന ഉറപ്പാണ് കൃത്യതയുള്ളത്. മിനൽ ഗാലിബി എന്നതിനെക്കാട്ടി മിക്കവാറിനെക്കാട്ടി അൽ മുഖ്തലിഫി ബിൽ അഹ്വാലി എങ്ങനെയുള്ള മിക്കവാറ്? അവസ്ഥകൾ വ്യത്യാസപ്പെടുന്ന വല്ലസ്മാനി കാലങ്ങളെ കൊണ്ടും. ഈ മിക്കവാറും നജസുണ്ട് എന്ന ആ മിക്കവാറ് നോക്കല് അതിനേക്കാളും കൃത്യത അസുലായ ഉറപ്പുള്ള അസുല് നോക്കല. എന്തുകൊണ്ടില്ലേ? അന്നഹു അൽബത്തു, അതാണ് കൃത്യത. എന്തിനെക്കാട്ടി? മിനൽ ഗാലിബി മിക്കവാറും നോക്കുന്നതിനേക്കാൾ. അൽ മുഖ്തലിഫി ബിൽ അഹ്വാലി അത് ഓരോ അവസ്ഥയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചില കമ്പനികളിൽ വേണ്ടാത്തരം ചേർത്തിട്ടുണ്ടാവും, ചില കമ്പനി ചേർക്കൂല. വല്ല അസ്മാനി കാലങ്ങളെ കൊണ്ട് വ്യത്യാസപ്പെടും. വദാലിക അതൊക്കെ ഉദാഹരണം പറഞ്ഞാല് അതാകുന്നത് കസിയാബി ഖമ്മാനി കള്ള് വാറ്റുന്ന ആളുകളുടെ വസ്ത്രം, കള്ള് നിർമ്മിക്കുന്ന ആളുകളുടെ വസ്ത്രം മിക്കവാറും നജസാണ്. പക്ഷെ വസ്ത്രത്തിന്റെ അസുൽ എന്താ? ശുദ്ധിയാണ് എന്നല്ലേ? നമുക്ക് ശുദ്ധിയാണ് എന്നുകൊണ്ട് വെക്കാം. മിക്കവാറും നജസ് ഉണ്ടാവുന്നതാണ്, എന്നാലും ശരി. എന്നല്ല ലാഹിർ നജസ് ഉണ്ടാവും, പ്രത്യക്ഷ നജസ് ഉണ്ടാവുന്നതാണ്. അതാണ് കസിയാബി ഖമ്മാരി കള്ള് വാറ്റുന്നവന്റെ വസ്ത്രം പോലെ. ഹൈലുകാരിയുടെ വസ്ത്രം പോലെ. സുബിയാന കുട്ടികളുടെ വസ്ത്രങ്ങൾ നജസ് ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. നമ്മള് സാധാരണ കുട്ടികളൊക്കെ ഓർത്തൊക്കെ മൂത്രക്കാട് ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ നോക്കാൻ പാടില്ല, അസുല് നോക്കാം. അവാനി മുത്തദയ്യിനീന മിൻ നജാസത്തി അവാനി പാത്രങ്ങൾ പോലെ. മുത്തദയ്യിനീന ദീന് മതം പിന്നെ നജസ് കൊണ്ട് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പാത്രം പോലെ. അവാനി മുത്തദയ്യിനീന മിൻ നജാസത്തി നജസ് ഉപയോഗിച്ച് ദീന് നടത്തുന്ന മതം നടത്തുന്ന മതപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പാത്രം പോലെ. ചാണകം കൊണ്ടോ മറ്റൊക്കെ തേച്ച് കണ്ടൊക്കെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ പാത്രങ്ങളൊക്കെ പോലെ. വറത്തിൻ ഒരു ഇല പോലെ. യഗ്ലിബു നസ്റുഹു അത് കൊഴിയൽ അധികമാണ്. അല്ല നജസ് നജസിന്റെ മേലെ ഒരു മരത്തിൻ്റെതായ കുറെ നജസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഇല കണ്ടു, ആ ഇല നജസിന്റെ മേലെ കൂടെ ഒക്കെ ചാടി മണ്ടാനൊക്കെ സാധ്യത ഉണ്ട്, കൊഴിയുമ്പോ വീഴാനൊക്കെ. പിന്നെ അപ്പൊ എന്നാലോ ഇലയുടെ അസുഖ ശുദ്ധിയല്ലേ? അപ്പൊ നജസുണ്ടെന്ന് ഉറപ്പില്ലാത്ത കാലത്തോടെ ശുദ്ധിയാന്ന് നോക്കാം. വറത്തിൻ ഇല പോലെ. യഗ്ലിബു നസ്റുഹു അത് കൊഴിയൽ അധികമാണ്. അലാ നജസിൻ നജസിന്റെ മേലെ. വലുആബിസബി കുട്ടികളുടെ കേല പോലെ. വജൂഖിൻ ഒരു കമ്പിളി വസ്ത്രമാണത്, ഒരു കമ്പിളി വസ്ത്രം പോലെ. ഇസ്തഹറ അമലുഹു അതിന്റെ നിർമ്മാണം പ്രശസ്തമാണ്. ബിശഹ്മിൽ ഖിൻസീരി പന്നിക്കൊഴുപ്പുകൊണ്ട്. പന്നിയുടെ നെയ്യ് കൊണ്ട് നിർമ്മിച്ചു എന്നത് പ്രശസ്തമായ ഒരു കമ്പിളി വസ്ത്രം പോലെ. ഒരു കമ്പിളി വസ്ത്രം പോലെ. ഇസ്തഹറാമലുഹു അത് നിർമ്മാണം പ്രശസ്താണ്. ബിശഹ്മിൽ ഖിൻസീരി പന്നിക്കൊഴുപ്പ് കൊണ്ട്. വജുബിനി ഷാമി ഷാമിലെ പാൽക്കട്ടി പോലെ. ഷാമെന്ന് വരുന്ന ഒരു പാൽക്കട്ടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്തും അങ്ങനെ പാൽക്കട്ടി മക്കയിലേക്ക് വന്നിരുന്നു. ആ ഷാമിലെ പാൽക്കട്ടി പോലെ. അങ്ങനെയുള്ള ഇസ്തഹറാമലുഹു അത് നിർമ്മിച്ചതാണ് എന്നത് പ്രശസ്താണ്. എന്തുകൊണ്ട്? പന്നിയുടെ നെയ്യ് കൊണ്ട്, പന്നിയുടെ പാൽക്കുടൽ കൊണ്ട്. എന്ന് കാണും. പന്നിയുടെ പാൽക്കുടൽ കൊണ്ട് അല്ലെ? പാൽക്കുടൽ നാലാം വെള്ളം അതുകൊണ്ടാണ് പന്നിയാണപ്പോ അങ്ങനെ പ്രശസ്ത കഴിക്കണത്. അതൊക്കെ പോലെ. അപ്പൊ അവിടെ എന്താണ്? നജസ് അല്ലാണ്ട് വെക്കുക.
നമുക്ക് ഉറപ്പൊന്നുമില്ല, പ്രശസ്താണിച്ചിട്ട് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം അത് അസുല് നോക്കിയിട്ട് ശുദ്ധിയാണ് നോക്കും. നബി തങ്ങൾ അരികിലേക്ക് ഒരിക്കൽ വന്നു. ജബ്ബിന് ഓരോ പാൽക്കട്ടി മിനിന്തിഹിം അവരെ ഭാഗത്തു നിന്ന് ഷാമെന്ന് ഫാക്കലമിൻ നബി തങ്ങളെ തിന്നു. വലം യസ് അല്ലാലിക്ക് അതിനെ പറ്റി ചോദിച്ചതൊന്നുമില്ല. മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടൊക്കെ സൂക്ഷ്മത വേണമെങ്കിൽ എന്താക്കുക, അത്തരം വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. ഫാൻ ഉപയോഗിച്ചാൽ തന്നെ വേഗം കഴുകി വൃത്തിയാക്കുക. ഏതായിരിക്കട്ടെ അസലനുസരിച്ച് അമൽ ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ശുദ്ധിയാണെന്ന് വെക്കാൻ ഉറപ്പില്ലാത്ത കാലത്തോളം. ഉറപ്പുണ്ടെങ്കിൽ ഏതായാലും നജസ് തന്നെയാണ്, ഉറപ്പില്ലെങ്കിൽ നമുക്ക് ശുദ്ധിയാണെന്ന് വെക്കാം. പക്ഷെ അവിടെയും സൂക്ഷ്മത എന്താണ്, കഴിവിന്റെ പരമാവധി അത് സ്കരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന നിലക്ക് ആവാതിരിക്കലാണ് ഒരു സമാധാനത്തിനും സൂക്ഷ്മതക്കൊക്കെ നല്ലത്. പിന്നെ അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ വന്നപ്പോ ഭക്ഷിച്ചു എന്ന് മാത്രം. അത് എന്തല്ല നജസ് ആണെന്ന് ഉറപ്പില്ലാത്തപ്പോ നജസാണെന്ന് വിധിക്കണ്ട എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്തതാണ്. ജവാസിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി. മറ്റതെല്ലാം നമ്മൾ നജസാക്കിയിട്ട് പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.